സോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതിപ്പോൾ സ്കെച്ചപ്പ് ട്യൂട്ടോറിയലിൻ്റെ 4ാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ 3 വീഡിയോസിലും നമ്മൾ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ടൂൾ ബാർസ് സെറ്റ് ചെയ്യുക, അതിനുശേഷം ഓരോ ടൂൾസിൻ്റെയും ഉപയോഗങ്ങൾ, അതിൻ്റെയോട് റിലേറ്റ് ആയിട്ട് വരുന്ന ഓപ്ഷനുകൾ, ഇതെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഒരു പാർട്ട് 4 വീഡിയോയിലും ടൂൾസിനെ കുറിച്ച് തന്നെയാണ് നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ളത്. കാരണം ടൂൾസിൻ്റെ എല്ലാ ടൂൾസും നമ്മൾ ഇതുവരെ കവർ ചെയ്തിട്ടില്ല. ഇനിയും കുറച്ച് ഭാഗങ്ങൾ കൂടിയുണ്ട്. അതിനുശേഷം മാത്രമേ നമുക്ക് ഒരു പെർഫെക്റ്റ് മോഡലിങ്ങിന്റെ ഒരു വീഡിയോയിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ. സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് നോക്കിയ ഒരു ഭാഗം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഷേപ്പ് വരയ്ക്കുന്നു. ഫോർ എക്സാമ്പിൾ ഒരു റെക്ടാങ്കുലർ ഷേപ്പ് വരയ്ക്കുന്നു. അതൊരു 2 ഡയമെൻഷണൽ ഏതെങ്കിലും ഒരു പ്ലെയിനിൽ 2 ഡയമെൻഷണൽ ആയിട്ട് പ്ലോട്ട് ചെയ്യുന്നു. അതിന് പിന്നെ പുഷ് ടൂൾ യൂസ് ചെയ്തിട്ട് പി ബട്ടൺ ഞെക്കിയിട്ട്, അല്ലെങ്കിൽ ഇവിടെ മുകളിൽ ഈ കാണുന്ന സിമ്പിളിലെ പുഷ് ടൂൾ യൂസ് ചെയ്തിട്ട് അതിനെ മുകളിലേക്ക് എക്സ്ട്രൂഡ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇതിനെ ഗ്രൂപ്പ് ചെയ്യാണ്. ഈ ഒരു മൊത്തം ഒരു റെക്ടാങ്കിളിനെയും ഒരു റെക്ടാങ്കുലർ 3D ഒബ്ജക്റ്റിനെ ഞാൻ മൊത്തത്തിൽ സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഗ്രൂപ്പ് ചെയ്യുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം, ഈ ഒരു ഗ്രൂപ്പിന്റെ ഒരു കോപ്പി എനിക്ക് ഈ ഒരു സ്ക്രീനിൽ തന്നെ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഈ മൂവ് ടൂൾ തന്നെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. മൂവ് ടൂൾ ആദ്യം സെലക്ട് ചെയ്യുക, മൂവ് ടൂൾ എടുക്കുക, അതിനുശേഷം ഏതെങ്കിലും ഒരു കോർണറിൽ വെക്കുക. ഇതിപ്പോൾ ഞെക്കിക്കഴിഞ്ഞ് എടുത്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മൂവ് ആവാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു കോപ്പി എടുക്കാൻ ജസ്റ്റ് ഒരു കൺട്രോൾ പ്രസ് ചെയ്തതിന് ശേഷം ഒന്ന് മൂവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി വരുന്നതായിരിക്കും. ഇത് ക്ലിക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോയി പ്ലേസ് ചെയ്യാം. നമ്മൾ എവിടെയാണോ മൗസ് ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത് അവിടെ നമുക്കിത് പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇൻ കേസ് ഇനിയിപ്പോൾ ഇത് വേണ്ട, മൂവ് തന്നെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കീബോർഡിലെ ഒരു വട്ടം കൂടി കൺട്രോൾ ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കോപ്പി പോകുന്നതായിരിക്കും. ഒന്നുകൂടി കൺട്രോൾ ഞെക്കി കഴിഞ്ഞാൽ കോപ്പി വരുന്നതായിരിക്കും. അങ്ങനെ ഞാൻ ഇവിടെ ഇത് കൺട്രോൾ ഞെക്കിയ ഒരു കോപ്പി ഇത് ഇവിടെ പ്ലേസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു. ഒന്നും കൂടി കൺട്രോൾ ഞെക്കി ഞാൻ ഒന്നും കൂടി ഇതെടുത്ത് ഇവിടെ വെക്കുന്നു. ഇതുപോലെ എത്ര കോപ്പീസ് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ക്രിയേറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അങ്ങനെ 3 ഒബ്ജക്ട്സ് ഇതിൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ 2 കോപ്പീസ് ഞാനിപ്പോൾ എടുത്ത് റൈറ്റ് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഈ ഒരു ഒബ്ജക്റ്റിൽ, ഈ റെക്ടാങ്കുലർ ഒബ്ജക്റ്റിൽ ഒരു മാറ്റം വരുത്തണം എന്ന് തോന്നുന്നത്. എനിക്ക് ഇതിന്റെ ഒരു ഫേസിൽ ഞാൻ ഒരു 10 സെന്റിമീറ്ററും കൂടി ഹൈറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഹൈറ്റ് ഞാൻ ഇവിടെ ഇൻക്രീസ് ചെയ്ത് കൊടുത്തു. പക്ഷെ എനിക്ക് ഈ ഒരു 3 എണ്ണത്തിലും ഒരുമിച്ച് ഹൈറ്റ് ഇൻക്രീസ് ചെയ്യാൻ പറ്റിയില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഗ്രൂപ്പ് ആയിട്ടാണ് കൊടുത്തത്. അതിനൊരു സൊല്യൂഷൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രൂപ്പ് ആക്കി കൊടുക്കുന്നതിന് പകരമായി കോമ്പോണന്റ് ആക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കോമ്പോണന്റിൽ വരുത്തുന്ന മാറ്റം ബാക്കി എല്ലാ കോമ്പോണന്റ്സിലും കാണുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു റെക്ടാങ്കിൾ വരയ്ക്കുകയാണ്. സെയിം നമ്മൾ മുന്നേ ചെയ്ത പോലെ തന്നെ എക്സ്ട്രൂഡ് ചെയ്തു. അതിനെ ഞാൻ സെലക്ട് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, മേക്ക് ഗ്രൂപ്പ് എന്ന് പറയുന്നതിന്റെ തൊട്ട് മുകളിലായിട്ട് മേക്ക് കോമ്പോണന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഡെഫിനിഷൻ വരും. അതിന് നമുക്ക് എന്തെങ്കിലും ഒരു നെയിം കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ റെക്ടാങ്കിൾ എന്ന് ടൈപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നു, റെക്ടാങ്കിൾ 1 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. വേറെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കോമ്പോണന്റ് ആയിട്ട് വരുന്നതാണ്. ഇതിപ്പോ ഇതൊരു ഗ്രൂപ്പാണ്, ഇതൊരു കോമ്പോണന്റ് ആണ്. അങ്ങനെ ഞാൻ നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെ ഇതിന്റെ ഒരു കോപ്പി, 2 കോപ്പി ഇങ്ങോട്ട് എടുത്ത് വെക്കുകയാണ്. മൂവ് ടൂൾ സെലക്ട് ചെയ്തു, ഇവിടെ ക്ലിക്ക് ചെയ്തു, കൺട്രോൾ ബട്ടൺ ക്ലിക്ക് ചെയ്തു, ഇങ്ങോട്ട് നീക്കി വെച്ചു, കൺട്രോൾ ബട്ടൺ ഒന്നും കൂടി ക്ലിക്ക് ചെയ്തു, റൈറ്റ് സൈഡിലേക്ക് നീക്കി വെച്ചു. ഓക്കെ, ഇതിന് ശേഷം ഞാൻ ഫസ്റ്റ് ഒബ്ജക്റ്റിൽ ഒരു മാറ്റം വരുത്തുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതിന്റെ കോപ്പിയിലും ആ സെയിം മാറ്റം റിഫ്ലക്ട് ചെയ്യുന്നതാണ്. ഇതിൽ എന്ത് മാറ്റം വരുത്തിയാലും അതിന്റെ കോമ്പോണന്റ് ആയിട്ടാണ് ആ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ സെയിം മാറ്റം ബാക്കി 2 അല്ലെങ്കിൽ എവിടെയൊക്കെ അതിന്റെ കോപ്പീസ് ഉണ്ടോ അതിലെല്ലാം മാറുന്നതാണ്. ഏതൊരു ഫേസിലുള്ള ഒരു മാറ്റവും അത് മാറുന്നതാണ്. ലെഫ്റ്റ് സൈഡിലാണ് ഇപ്പോൾ മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലും മാറ്റം വരും. അതുപോലെ തന്നെ ഏതൊരു രീതിയിൽ നമ്മൾ ഇതിൽ ഒരു ചേഞ്ചസ് വരുത്തിയാലും അതിന്റെ കറസ്പോണ്ടിങ് കോമ്പോണൻസിലും മാറ്റം വരുന്നതാണ്. ഇത് എന്തിനാണ് നമ്മൾ പ്രാക്ടിക്കലി യൂസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഹാൻഡ് റെയിലൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ അതിലൊരു വുഡൻ പില്ലർ പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും
പില്ലറിന്റെ എന്തെങ്കിലും ഒരു ഡിസൈൻ വരുന്നുണ്ടെങ്കിൽ എല്ലാം ഒരു ഹൈറ്റിലാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു ഇടത്ത് മാത്രം നമുക്ക് അത് കൊടുത്താൽ മതി. പിന്നെ അതിന്റെ ഹൈറ്റ് എല്ലാം ഒരുമിച്ചാണ് കുറഞ്ഞതെന്നുണ്ടെങ്കിൽ കോമ്പണന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ജസ്റ്റ് ഒരു വൺ ക്ലിക്കിൽ തന്നെ അതിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് മേക്ക് ഗ്രൂപ്പും മേക്ക് കോമ്പണന്റും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. അതുപോലെ തന്നെ പുഷ് ബട്ടൺ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ പറയാൻ വിട്ടുപോയ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മളിപ്പോൾ ഒരു റെക്ടാങ്കുലർ ടൂൾ എടുത്തിട്ട് ഒരു റെക്ടാങ്കുലർ വരയ്ക്കുന്നു. അതിനുശേഷം മൂവ് ബട്ടൺ എടുക്കുന്നു, സെലക്ട് ചെയ്യുന്നു, മൂവ് ബട്ടൺ എടുക്കുന്നു, കൺട്രോൾ ഞെക്കുന്നു, ഒരു കോപ്പി എടുക്കുന്നു, ഒരു കോപ്പി കൂടി എടുക്കുന്നു, ജസ്റ്റ് ഒരു കോപ്പി കൂടി എടുക്കുന്നു. 3 കോപ്പീസ്, മൊത്തം 4 റെക്ടാങ്കുലർ ഒബ്ജക്ട്സ് ആണ് ഇവിടെ ഇരിക്കുന്നത്. അതിനെ ഫസ്റ്റ് റെക്ടാങ്കിളിനെ അതിന്റെ ഫേസ് സെലക്ട് ചെയ്തിട്ട് ഞാൻ പുഷ് ബട്ടൺ യൂസ് ചെയ്തിട്ട് മുകളിലേക്ക് എക്സ്ട്രൂഡ് ചെയ്യുന്നു. അത് എക്സ്ട്രൂഡ് ചെയ്യുന്നത് ഒരു 1000 സെന്റിമീറ്ററിലാണെന്ന് വിചാരിക്കുക. ഞാൻ അടിയിൽ മെഷർമെന്റ് ഡിസ്റ്റൻസിൽ ഒരു ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു 1000. അപ്പോൾ ഇത്രയാണ് അത് എക്സ്ട്രൂഡ് ആയി വരുന്നത്. ഇനി സെക്കൻഡ് റെക്ടാങ്കിളും തേർഡ് റെക്ടാങ്കിളും ഫോർത്ത് റെക്ടാങ്കിളും എല്ലാം ഈ സെയിം മെഷർമെന്റിൽ തന്നെയാണ് എക്സ്ട്രൂഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുമ്പ് ഏത് ഡയമെൻഷൻ ആണോ കൊടുത്തത് അതിലേക്ക് എക്സ്ട്രൂഡ് ചെയ്യുന്നതാണ്. ജസ്റ്റ് ഇതുപോലെ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതുകൊണ്ട് രണ്ടാമത് നമുക്ക് ഒരു മെഷർമെന്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അടുത്തതായി നമുക്ക് നോക്കാൻ പോകുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് മുകളിൽ കാണുന്ന നമ്മൾ പറയാൻ വിട്ടുപോയ അല്ലെങ്കിൽ പറയാൻ ബാക്കിയുള്ള ഒരു ടൂളാണ്. മൂവ് വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓഫ്സെറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തതായിട്ട് നോക്കുന്നത് റൊട്ടേറ്റ് ആണ്. നമ്മളിപ്പോ അത് പറയുമ്പോൾ നമുക്ക് തന്നെ അറിയാം എന്തിനു വേണ്ടിയിട്ടാണ് ആ ടൂൾ യൂസ് ചെയ്യുന്നതെന്ന്. അതിൻ്റെ ഒരു ഫംഗ്ഷൻ കാണിച്ചു തരാൻ വേണ്ടി ജസ്റ്റ് നമുക്കൊരു റെക്ടാങ്കിൾ വരയ്ക്കുന്നു. അതിനെ ഞാൻ പുഷ് ബട്ടൺ യൂസ് ചെയ്തിട്ട് മുകളിലേക്ക് എക്സ്ട്രൂഡ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ അതിൻ്റെ ഒരു ഫ്രീ ഹാൻഡ് സ്കെച്ച് എടുത്തിട്ട് അതിന് മുകളിൽ ഒരു ഷേപ്പ് വരയ്ക്കുന്നു. അതിനെ ഞാൻ മുകളിലേക്ക് എക്സ്ട്രൂഡ് ചെയ്യുന്നു. ഒരു ഷേപ്പ് ഇങ്ങനെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിനെ മൊത്തത്തിൽ ഞാനൊന്ന് ഗ്രൂപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇതിന് ഞാൻ ജസ്റ്റ് ഒരു 1 ക്ലിക്കിൽ തന്നെ എല്ലാ കാര്യങ്ങളും സെലക്ട് ആയിട്ടുണ്ട്. എനിക്കിതിനെ ഇനിയിപ്പോൾ റൊട്ടേറ്റ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ ആംഗിളിലേക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്ലെയിനിലേക്കോ തിരിക്കണം എന്നുണ്ടെങ്കിൽ മുകളിൽ ഈ മൂവ് ബട്ടന്റെ അപ്പുറത്ത് കാണുന്ന റൊട്ടേറ്റ് ടൂൾ സെലക്ട് ചെയ്യുക. അതിൽ നമ്മൾ കൊണ്ടുവയ്ക്കുന്ന പ്ലെയിനിനനുസരിച്ച് അതിൻ്റെ ഒരു ഓറിയന്റേഷൻ കാണിക്കുന്നതാണ്. ഇപ്പം ഞാൻ ഇവിടെ ഒരു വെച്ചിരിക്കുന്നതുകൊണ്ട് കറക്റ്റ് എക്സ് ആക്സിസിലാണ് വരുന്നത്. ഇനി ഞാൻ ഇങ്ങനെയാണ് കൊണ്ടുവയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നേരെ ഒരു ഫേസിലേക്കാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുൻഭാഗത്തെ ഫേസ് ആണ് സെലക്ട് ആവുന്നത്. അപ്പോൾ ഈ ഒരു ഞാൻ ആദ്യം വെച്ച ഒരു പോർഷനിലാണ് വെക്കുന്നതെങ്കിൽ ഇങ്ങനെ വെച്ച് ആദ്യം ഒരു ക്ലിക്ക് ചെയ്യുക, രണ്ടാമതൊരു ക്ലിക്ക് ചെയ്യുക. നമുക്ക് പിന്നെ തിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു എക്സ് ആക്സിസ് പ്ലെയിനിൽ, അതായത് ഈ ഒരു ആംഗിളിലാണ് നമുക്ക് തിരിക്കാൻ പറ്റുന്നത്. ഇതിനെ എസ്കേപ്പ് ചെയ്യുന്നു. ഇനി ഞാൻ മുന്നിലത്തെ ഫേസിലേക്ക് കൊണ്ടുവന്നിട്ട് തിരിക്കുമ്പോൾ അടിയിലേക്കും സെലക്ട് ചെയ്തു തിരിക്കുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ആംഗിൾ എന്ന് നോക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഏതൊരു ഫേസിലും കൊണ്ടുവന്ന് അതിനെ ഏതൊരു പർട്ടിക്കുലർ ആംഗിളിലേക്കും നമുക്ക് ഇതിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഈ റൊട്ടേറ്റ്. അത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എടുത്ത് ഏത് പ്ലെയിനിലാണ് ഫിക്സ് ചെയ്യേണ്ടത് എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആ ഫിക്സ് ചെയ്യുന്ന പ്ലെയിനിന് കറസ്പോണ്ടന്റ് ആയിട്ടായിരിക്കും ഈ ഒരു സെലക്ട് ചെയ്ത ഓബ്ജക്റ്റ് റൊട്ടേറ്റ് ആവുന്നത്. ശേഷം നമുക്ക് നോക്കാനുള്ള ഒരു ടൂള് റൊട്ടേറ്റിന്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ടൂളാണ് സ്കെയിൽ. ഈ ഒരു ടൂള് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഒബ്ജക്റ്റ് മൊത്തത്തിൽ സെലക്ട് ചെയ്യുന്നു, സ്കെയിൽ ടൂൾ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിന് മൊത്തത്തിലൊരു സെലക്ട് ചെയ്യേണ്ട ഓരോരോ പോയിന്റ്സ് വന്നിട്ടുണ്ട്. നമുക്ക് സ്കെയിൽ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമ്മൾ ഇതിൻ്റെ ഒരു സ്കെയിൽ കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമുക്കിതിനെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ക്ലിക്ക് ചെയ്തിട്ട് അടിയിലേക്ക് ആക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്കെയിലായി വരുന്നതാണ്. ലെഫ്റ്റിലേക്കും ആക്കാം, ഏതൊരു പോയിന്റിലേക്കും, അതായത് ഈ ഒരു ഗ്രീൻ മാർക്ക് ചെയ്തിട്ടുള്ള എല്ലാ പോയിന്റ്സും നമുക്ക് ഇതിനെ സ്കെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. യൂണിഫോംലി സ്കെയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് ബട്ടൺ ഞെക്കി പിടിച്ചതിന് ശേഷം നമ്മളിത് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈസ് യൂണിഫോംലി സ്കെയിൽ ആവുന്നതായിരിക്കും. അല്ല ഷിഫ്റ്റ് ബട്ടൺ ഞെക്കാതെയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് ഭാഗത്താണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ആ ഭാഗത്ത് മാത്രം സ്കെയിൽ ആവുന്നതാണ്. ഇതാണ് സ്കെയിൽ എന്ന ടൂളിന്റെ ഫംഗ്ഷൻ. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ടൂള് ഇതുപോലെ തന്നെ സ്കെയിലിന്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന
ഫ്ലിപ്പ് എന്ന് പറയുന്ന ഒരു ടൂളാണ്. ഈ ഒരു ടൂളിന്റെ ഒരു യൂസ് എന്ന് പറയുന്നത് CAD-ലെ മിറർ എന്ന് പറയുന്ന ടൂളിന്റെ സെയിം ഫംഗ്ഷൻ തന്നെയാണ് ഈ ഫ്ലിപ്പ് എന്ന് പറയുന്ന ഒരു ടൂളിനുള്ളത്. ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന്റെ ഒരു ആയിട്ടുള്ള മിറേഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിലാണ് നമ്മൾ ഈ ഫ്ലിപ്പ് ടൂൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ അതിന് വേണ്ടി ഈ സെയിം ഒബ്ജക്റ്റ് തന്നെ സെലക്ട് ചെയ്യാണ്. അതിനുശേഷം ഫ്ലിപ്പ് സെലക്ട് ചെയ്യുന്നു. ഫ്ലിപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇതുപോലെ പല കളറിലുള്ള ഒരു സെലക്ഷൻ മാർക്സ് വന്നിട്ടുണ്ട്. അതിൽ ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു കളറിലാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെലക്ഷനിലാണ് ക്ലിക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത് മാറുന്നതായിരിക്കും. ജസ്റ്റ് ഈ ഗ്രീനിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത് അങ്ങോട്ട് ലെഫ്റ്റിലേക്ക് മിറർ ആയിട്ടുണ്ട്. ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിവേഴ്സ് ആവും. ഇനി റെഡിലാണ് ക്ലിക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഡിഫറൻസ് അറിയാൻ പറ്റും. ഓക്കെ, ഇനി ഈ ഒരു പ്ലെയിനിൽ ക്ലിക്ക് ചെയ്യാം. അത് നേരെ തല തിരിഞ്ഞു പോയിരിക്കുകയാണ്. ഓക്കെ, ഇതുപോലെ നമുക്ക് ഏത് ആംഗിളിലേക്ക് അല്ലെങ്കിൽ ഏതൊരു പോർഷനിലേക്കാണ് നമുക്ക് ഇതിനെ മിറർ ചെയ്യേണ്ടത് എന്നുള്ളത് ഈ പല കളേഴ്സിൽ നിന്നും നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം നോക്കി നമുക്ക് അതിനെ മിറർ ഇമേജ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ടൂള് ഫ്ലിപ്പിന്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ടേപ്പ് മെഷർമെന്റ് ടൂള് എന്ന് പറയുന്നതാണ്. ഇതിന്റെ ഒരു യൂസ് മെയിനായിട്ട് 2 യൂസുകളാണ് ഇതിന് വരുന്നത്. ഒരു ഫസ്റ്റ് യൂസ് എന്ന് പറയുന്നത് ഇത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ഒബ്ജക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു 1 എൻഡിൽ നിന്ന് അടുത്ത എൻഡ് വരെ എത്രയാണ് ഡിസ്റ്റൻസ് എന്ന് നമുക്ക് മെഷർ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് ഡിസ്റ്റൻസ് ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണിക്കുകയും ചെയ്യും. അടിഭാഗത്ത് സ്റ്റാറ്റസ് ബാറിൽ ഒരു ലെങ്ത് എന്ന് പറയുന്ന പോർഷനിലും നമുക്ക് ഇതിന്റെ ഡിസ്റ്റൻസ് എത്രയാണെന്ന് അറിയാൻ പറ്റും. നമുക്ക് ഏതൊരു പോർഷനിലും നമുക്ക് ഇതുകൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ഡിസ്റ്റൻസ് അറിയാവുന്നതാണ്. ഇതിന്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 2762 സെന്റിമീറ്റർ ആണ്. അങ്ങനെ ഇതാണ് ഇതിന്റെ ഈ ഒരു ടൂളിന്റെ ഫസ്റ്റ് ഉപയോഗം. രണ്ടാമത്തെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് എനിക്കിപ്പോ ഈ ഒരു എഡ്ജിൽ നിന്ന് ഒരു 15 അല്ലെങ്കിൽ ഒരു 150 സെന്റിമീറ്റർ മാറിയിട്ട് ഒരു ലൈൻ വരയ്ക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമാജിനറി ആയിട്ട് ഒരു ലൈൻ അവിടെ മാർക്ക് ചെയ്യാൻ പറ്റും ഈ ടൂൾ കൊണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൂൾ സെലക്ട് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം റൈറ്റിലേക്ക് ഡ്രാഗ് ചെയ്തിട്ട് എനിക്കിപ്പോൾ എത്രയാണോ മെഷർമെന്റ്, എവിടെയാണോ ഇതിൽ നിന്ന് നമുക്കൊരു ലൈൻ വരയ്ക്കേണ്ടത്, ഇപ്പോൾ ഒരു 200 സെന്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ 200 മാർക്ക് ചെയ്യുന്നു. ഈ 200 ആയിരിക്കും ഈ ഒരു ഇമാജിനറി ലൈൻ. ഈ ഇമാജിനറി ലൈനിനെ നമുക്ക് കണക്ട് ചെയ്തുകൊണ്ട് ഒരു ലൈൻ വരയ്ക്കാൻ പറ്റുന്നതാണ്. ലൈൻ ടൂൾ സെലക്ട് ചെയ്യുന്നു, ഇവിടെ വരയ്ക്കുന്നു. അതിനുശേഷം നമുക്ക് ഈ ഒരു ഇമാജിനറി ലൈൻ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഏതൊരു പോർഷനിൽ നിന്നും നമുക്ക് എത്ര അളവ് വെച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഡിസൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്തെങ്കിലും ഒരു മാർക്കിംഗ് വേണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ മാർക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരു 500 സെന്റിമീറ്റർ ഞാൻ മാർക്ക് ചെയ്തു. ഇതാണ് ആ ഒരു അളവ്. ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒരു പോർഷനിൽ ഒരു വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം. അതിനുശേഷം നമുക്ക് അത് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഈ 2 മെയിൻ യൂസിനാണ് ടേപ്പ് മെഷർമെന്റ് ടൂൾ യൂസ് ചെയ്യുന്നത്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത് പ്രൊട്രാക്ടർ ടൂളാണ്. നമ്മൾ പറയുമ്പോൾ തന്നെ അറിയാം ഒരു പ്രൊട്രാക്ടർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്. ആംഗിൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രൊട്രാക്ടർ യൂസ് ചെയ്യുന്നത് നമുക്കറിയാം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ശ്രദ്ധിച്ചു, ഒരു ടേപ്പ് മെഷർമെന്റ് ടൂൾ വെച്ചിട്ട് പക്ക പെർപെൻഡിക്കുലർ ആയിട്ട് അല്ലെങ്കിൽ പക്ക വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും മാത്രമാണ് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇതിനിടയിലുള്ള ഒരു ആംഗിൾ മാർക്ക് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രൊട്രാക്ടർ എന്ന് പറയുന്ന ടൂൾ സെലക്ട് ചെയ്യുന്നു, ഏതെങ്കിലും ഒരു കോർണറിൽ കൊണ്ടുവയ്ക്കുന്നു, അടുത്ത കോർണർ വയ്ക്കുന്നു. അതിനുശേഷം കണ്ടോ നമുക്ക് ഏതൊരു ആംഗിളിലേക്കും ഇതിനെ മാർക്ക് ചെയ്യുന്നതാണ് ഈ ഒരു 2 പോയിന്റിന്റെ റെഫറൻസിൽ നിന്ന്. എനിക്കിപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങി 45 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ അടിയിൽ ആംഗിൾ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അവിടെ ജസ്റ്റ് 45 എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ 45 ഡിഗ്രിയിൽ വരും. ഇപ്പോൾ ഈ ഒരു ടൂൾ വെച്ചിട്ട് നമുക്ക് പ്രധാനമായും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതൊരു ബിൽഡിംഗ് ആണെന്ന് വയ്ക്കുക, ഒരു റെക്ടാങ്കിൾ വരയ്ക്കുന്നു, മുകളിലേക്ക് വരയ്ക്കുന്നു. ഇതൊരു ബിൽഡിംഗ് ആണെന്ന് വെക്കുക. ഇതിന് മുകളിലേക്ക് ഒരു സ്ലോപ്പ് റൂഫ് വരയ്ക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ 45 ഡിഗ്രിയിൽ ഞാൻ ആദ്യം ഒരു പ്രൊട്രാക്ടർ എടുക്കുന്നു, ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. അതിന് ശേഷം 45 ഡിഗ്രിയിൽ ഈ ടൂൾ വെച്ചിട്ട് 45 ഡിഗ്രി ആംഗിൾ മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നു, ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇങ്ങോട്ടും ഒരു 45 ഡിഗ്രി ആംഗിൾ ഞാനിവിടെ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ 2 ഇമാജിനറി ലൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനെ 2നെ കണക്ട് ചെയ്തിട്ട് ഞാൻ ഒരു ലൈൻ വരയ്ക്കുന്നു. ഇപ്പോൾ
ഒരു റൂഫിന്റെ ഒരു ഷേപ്പ് ആയിട്ടുണ്ട്. ഇതിപ്പോ ഇങ്ങനെ ഇതാണ് ഒരു പർപ്പസ് വരുന്നത്. എക്സാക്ട്ലി നല്ല പ്രൊഫഷണൽ ആയിട്ട് എങ്ങനെ വരയ്ക്കാം എന്നുള്ളത് വരുന്ന വീഡിയോസിൽ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ വരയ്ക്കുന്നതിനാണ് ഇതിന്റെ ഒരു മേജർ ആയിട്ടൊരു ഇതിന്റെ ഒരു ഫംഗ്ഷൻ. അടുത്തതായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടൂളാണ് ഇവിടെ കാണുന്ന ഒരു A1 എന്ന് എഴുതിയിരിക്കുന്ന ടെക്സ്റ്റ് എന്ന് പറയുന്ന ടൂൾ. ഇത് നമ്മൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് ക്ലിക്ക് ചെയ്യുന്നു, ഇവിടെ കൊണ്ട് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് എന്താണോ ടെക്സ്റ്റ് ഇവിടെ എഴുതുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് റെക്റ്റാങ്കുലർ ഷേപ്പ് എന്ന് പറഞ്ഞിട്ട് ഞാൻ മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം എൻ്റർ അടിക്കുന്നു. ഇവിടെ ഇതൊരു മാർക്ക് ചെയ്ത് കാണിക്കുന്നതാണ് ടെക്സ്റ്റ്. ഇതിപ്പോ ഇതിന്റെ ഒരു മെയിൻ ഒരു യൂസ് വരുന്നത് നമുക്കൊരു ഒബ്ജക്റ്റിൽ എന്തെങ്കിലും മാർക്കിങ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേർഡിങ്സോ എഴുതണം എന്നുണ്ടെന്നുണ്ടെങ്കിലാണ് ഇതിന്റെ ഒരു യൂസ് വരുന്നത്. ഇതിപ്പോ ടൈപ്പ് ചെയ്ത് കാണിക്കുന്നതാണ് ഈ ഒരു ടൂള്. ഇതുപോലെ തന്നെ നമുക്ക് ഡയമെൻഷൻസ് മാർക്ക് ചെയ്താണ് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ ഡയമെൻഷൻ എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട്. ഇപ്പൊ എനിക്ക് ഇതിന്റെ ഇവിടെ നിന്ന് തുടങ്ങി ഈ ഒരു എൻഡ് തുടങ്ങി ഈ ഒരു എൻഡ് വരെയുള്ള ഒരു അളവാണ് എനിക്ക് എടുത്ത് മാർക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ അടിയിലേക്ക് ഡ്രാഗ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മെഷർമെന്റ് ആയിരിക്കും ഇതുപോലെ ഹൈലൈറ്റ് ചെയ്യുന്നത്. എന്തെങ്കിലും ടെക്സ്റ്റ് ആയിട്ടാണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ A1 എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റ് ടൂള് ക്ലിക്ക് ചെയ്യുക. ഇത് രണ്ടുമാണ് ഡയമെൻഷന്റെയും ടെക്സ്റ്റ് ടൂളിന്റെയും ഉപയോഗങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ സെയിം ഫംഗ്ഷൻ വരുന്ന ഒരു ടൂളാണ് ഇവിടെ A എന്ന് പറയുന്ന 3D ടെക്സ്റ്റ്. ഈ 3D ടെക്സ്റ്റ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാം, ഒരു പ്രൊജക്ഷൻ ഉണ്ടാവും. അത് നമ്മൾ ഇതുപോലെ തന്നെ ഒരു വേർഡിങ്സ് മാർക്ക് ചെയ്ത് എഴുതാൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഈ ടൂൾ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലേസ് 3D ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ബോക്സ് വരും. അതിൽ നമുക്ക് എന്താണോ വേണ്ടത് അത് ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാണ് ടൈപ്പ് ചെയ്യുന്നത്. റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്താൽ അത് ഏത് ഫോണ്ടിൽ വേണം എന്നുള്ളതിൻ്റെ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതിപ്പോൾ ഏത് ഫോണ്ടാണ് വേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അത് എങ്ങോട്ട് അലൈൻ ചെയ്യണം, ലെഫ്റ്റിലേക്കോ സെൻറ്ററോ റൈറ്റിലേക്കോ, അതിനുള്ള എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ഇവിടെ ഹൈറ്റ് ഉണ്ട്. ഹൈറ്റ് ഞാനൊരു 100 സെൻറ്റിമീറ്റർ കൊടുക്കുന്നു. എന്നിട്ട് പ്ലേസ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഒബ്ജക്റ്റ് വരുന്നതായിരിക്കും. ഇത് നമുക്ക് ഏതൊരു പോർഷനിൽ കൊണ്ടും നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ഫേസിൽ പ്ലേസ് ചെയ്യുന്നു. ഇങ്ങനെ നമുക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും 3D ടെക്സ്റ്റ് പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ടൂൾ വെച്ചിട്ട് അത് യൂസ് ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ടൂള് എന്ന് പറയുന്നത് ഇവിടെ കാണുന്ന ഫോളോ മീ എന്ന് പറയുന്ന ഒരു ടൂളാണ്. ഇതിൻ്റെ ഒരു യൂസ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഒരു സൈഡിലായിട്ട് ഞാനൊരു വേറൊരു ഷേപ്പ് കൂടി വരയ്ക്കുകയാണ്. ഒരു റെക്റ്റാങ്കിൾ എടുത്തിട്ട് ഒരു ഷേപ്പ് വരച്ചു. അതിന് ജസ്റ്റ് ഒന്ന് എക്സ്ട്രൂഡ് ചെയ്ത് പുറത്തേക്ക് തള്ളി തന്നു. ഈ ഒരു ഷേപ്പ് മൊത്തത്തിൽ ചുറ്റിനും വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫോളോ മീ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എടുക്കുക. ഈ ഒരു ഫേസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഞാനൊരു പർട്ടിക്കുലർ ലൈൻ ഇങ്ങോട്ട് വരച്ചു കൊടുക്കുന്നു. ഇങ്ങോട്ടും ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ ഫോളോ മീ എടുക്കുന്നു. ഈ ലൈൻ ഈ ഒരു ഫേസ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഈ ഒരു പാത്തിൽ കൂടെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു എലമെന്റ് ഈ പാത്തിനെ ഫോളോ ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാം. ഇങ്ങനെ എങ്ങോട്ട് വേണമെങ്കിലും നമുക്കൊരു കണ്ടിന്യൂഷൻ ഒരു ഒബ്ജക്റ്റ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു ലൈനിലേക്ക് പാത്ത് വരച്ചു കൊടുക്കുക. ഈ ഫോളോ മീ എന്ന് പറയുന്ന ഒരു ടൂൾ എടുക്കുക, കണ്ടിന്യൂസ്ലി അങ്ങോട്ട് പ്ലേസ് ചെയ്യുക. ഇതാണ് ഈ ഫോളോ മീ എന്ന് പറയുന്ന ഒരു ടൂളിന്റെ ഉപയോഗം. ഇപ്പോൾ ഒരു പാത്തിൽ കറക്റ്റായിട്ട് അത് വന്ന് ഫിൽ ചെയ്തിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ സ്കെച്ചപ്പിൻ്റെ ടൂൾസും ഒരുവിധപ്പെട്ട എല്ലാ ടൂൾസും കവർ ചെയ്തിട്ടുണ്ട്. ഒരു മോഡൽ ചെയ്യാൻ ആവശ്യമായ എല്ലാ ടൂൾസും ഇപ്പോൾ നമ്മൾ നോക്കിയിട്ടുണ്ട്. അതിൻ്റെ ഫങ്ഷൻസ് എങ്ങനെയാണെന്നുള്ളതെല്ലാം നമ്മളിപ്പോൾ പഠിച്ചു. ഇനി ഈ ഒരു ടൂൾസ് എല്ലാം വെച്ചുകൊണ്ട് എങ്ങനെ ഒരു ഹൗസിൻ്റെ ഒരു മോഡൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചായിരിക്കും ഇനി വരുന്ന വീഡിയോസിൽ. അപ്പോൾ സോ വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട് സർക്കിളിലുള്ള സ്കെച്ചപ്പ് പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.